ഹേ ഗായ്സ്, അപ്പൊ ഇന്ന് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു ദിവസമാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളെ വണ്ടി കിട്ടാൻ വേണ്ടി 3 ആഴ്ചയിൽ കൂടുതലായി നമ്മളെ വണ്ടി നമ്മൾ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട്. അറിയാലോ, നമ്മളെ വണ്ടി മൊത്തം ഇടിച്ച് ആകെപ്പാടെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ വർക്കൊക്കെ സത്യം പറഞ്ഞൊരു ലോങ് ടൈം എടുത്ത് കഴിച്ചു, നല്ല സമയം എടുത്ത്. നമ്മളെ വണ്ടി ഇത്രയും ദിവസം ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ വണ്ടി ഇതേ പണിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് ഇന്ന് കിട്ടും. ഇന്ന് രാവിലെ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പം ഇനി കുറച്ച് മറ്റേ പോളിഷും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇന്നൊന്ന് എടുത്തോളാൻ പറഞ്ഞ്. രാവിലത്തെ കോള് കേട്ടപ്പോഴേ ഭയങ്കര ഹാപ്പി ആയി സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് വണ്ടി എടുക്കണ്ടേ? വണ്ടി പൊട്ടിച്ചോളാം വയ്യല്ലേ? എത്ര നാളെ ഓടിച്ചിട്ട് വണ്ടി അവിടെ പോയിട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ കൊണ്ട് കൊടുത്തായിരുന്നു. പക്ഷെ ഒരുപാട് ഡിലേ വന്നു പാർട്സ് വരാൻ വേണ്ടിയിട്ടാണ്. ഡോറ് ഫുള്ള് റീപ്ലേസ് ചെയ്തു. നമ്മളിനി ഇടയ്ക്ക് ഒരു ദിവസം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഡോറ് ഫുള്ള് റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാത്ത ബാക്ക് ബമ്പർ ആയിരുന്നു. ബാക്ക് ബമ്പർ റീപ്ലേസ് ചെയ്തു. ഇന്നർ പാനൽ നമ്മൾ മാറണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ജസ്റ്റ് ഒന്ന് നൂത്തെടുത്തിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം റീപ്ലേസ് ആണ്. ഓ മൃദുലയുടെ ഡ്രസ്സൊക്കെ കണ്ടാ ഫുൾ ചുരിദാറിലൊക്കെ ആണ്. പക്ഷെ ഇന്ന് ബാക്കിയൊന്നും പരുവല്ല, അവിടെ ഡ്രസ്സ് അതേപോലെ സീബ്രന്ന്. എനിക്ക് ഇതേ കണക്കത്ത് ഷർട്ട് ടീഷർട്ട് ഉണ്ട്, അവന്റെ വെള്ളം കറുപ്പായിട്ടുള്ള പറഞ്ഞോ. ആണ്ട ഇതിപ്പോ ഇനി മതി. സത്യമാ കുറെ ഡ്രസ്സോളം അലമാരി ഇരിപ്പുണ്ട് കൈസ്, ഒന്നും ഇടാനുള്ള പരുവല്ല ഒന്നും. പക്ഷെ ഇത് വലിയ ടൈപ്പ്, ഇങ്ങനെ സ്ട്രെച്ചിങ്. ഞാൻ എടുത്ത് കൊടുക്കണം. ലുക്ക് കൈസ് കൊള്ളാം, നല്ല രസമുണ്ട്. എങ്ങനെയുണ്ടോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അമ്മ എങ്ങനെയുണ്ട്? ഉച്ചയുടെ ടീഷർട്ട് കണ്ടാ, പാൻറ്റൊക്കെ കണ്ടാ? പണ്ട് നമ്മള് സ്കിൻ ഫിറ്റ് ലൂസായ പാൻറ് ഇടത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, അമ്മയെ കൊണ്ട് തയ്പ്പിക്കും നമ്മള്, അടിച്ചു വെക്കും പെൻസിൽ ഫിറ്റ് കണക്ക്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പൊ അയ്യോ സീബ്ര ഇറങ്ങി വാ, ഷൂ ഇടുന്ന സീബ്ര. നമ്മളതേ കരിക്ക് വാങ്ങാൻ വേണ്ടി കയറി. ഇടയ്ക്ക് വെച്ച് കരിക്ക് കുടിപ്പില്ലായിരുന്നു, മഴയായപ്പോ. ഇല്ല ഞാൻ കുടിച്ചോളാം കുടി. കരിക്കൊക്കെ കുടിച്ചതേ പോകാൻ വേണം. നല്ല കരിക്കായിരുന്നില്ലേ? നല്ല മധുരമുണ്ട്, നാടൻ കരിക്ക്. എപ്പോഴും പോകുമ്പോഴത്തേനും ഇവിടെ കയറുന്നത് നമ്മൾ ഇത് ചേച്ചിയും ആ ചേച്ചിയുടെ അമ്മ അതോ അവിടെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഓപ്പോസിറ്റ് കച്ചവടം ചെയ്ത്. ചേച്ചി ബായ്. നമ്മളെപ്പം വന്നാലും ഇവിടെ കേട്ടോ കരിക്ക് കുടിക്കാൻ വേണ്ടി കയറുന്നത്. കൊള്ളായിരുന്നില്ലേ? ഒരു ലോഡ്. ഞാൻ ഇതിന്റെ ഇത് തേങ്ങ അതിന്റെ വെള്ളയാട്ടോ, അത് മറക്കരുത്. ഇത് ഫുഡ് കഴിക്കുമ്പോഴാണ് വിഷയം. ഈ വെള്ളം ഇട്ടോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളയൊക്കെ ഇട്ട് ഞണ്ടേറ് കഴിക്കണം. എവിടെയാണ് വന്നിരിക്കുന്നത്? നെക്സയുടെ ലോഞ്ച് റൂമാണ് കേട്ടോ ഇത്. കൊള്ളാം. കൊച്ച് വാഷ്റൂമിൽ പോയി. അതിവിടെ നിന്ന് നമുക്ക് വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നത് കാണാം. നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് കേട്ടോ. Mom, what you like? Tea or coffee? I want a cappuccino. Cappuccino. Okay. Cappuccino. Da. മാറിപ്പോയി. ഞാനേ ഇതിലേക്ക് ചൂടുവെള്ളം വന്ന് ചൂടുവെള്ളല്ലേ വേണ്ട. അടിച്ചു പോയാ നിനക്കാണോ? അതെ. അയ്യോ ആദ്യം എടുത്തത് ചൂടുവെള്ളം വന്നടാ. അത് ഈ ഇതിലേക്കൂടെ കോഫി മാത്രം. എക്സ്പ്രസ് എടുക്കട്ടെ? അറിയാൻ തരാം. എന്തിരി ചൂടുവെള്ളം വേണം കുറച്ച്. കയ്പെന്നൊക്കെ പറഞ്ഞ ചുമയുടെ മരുന്ന്. വണ്ടി അവിടെ അവര് വാഷ് ചെയ്തോണ്ട് എന്തോ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൊണ്ടുവരട്ടെ, വൃത്തിയാക്കി കൊണ്ടുവരട്ടെ.
നമ്മുടെ വണ്ടി എത്തി സൈഡായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സൈഡായിരുന്നു ഇടിച്ചത്. ഈ ഡോറ് പുതിയതല്ലേ, റീപ്ലേസ് ചെയ്തത്? സൈഡ് ഫുള്ള് പോയായിരുന്നു അല്ലേ ഇവിടെ അറിയത്തില്ല. ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് സീറ്റ് എല്ലാം അഴിച്ച് മാറ്റിയിട്ടായിരുന്നു. അതെ അതെ. ആ പഴയത് എങ്ങനെയാണ് അതേപോലെ തന്നെ ഉണ്ടല്ലേ, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് കൊള്ളാം. പോളിഷ് ചെയ്തില്ലേ ഫുള്ള്? എത്ര ദിവസമായി വണ്ടി കണ്ടിട്ട്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കുട്ടി ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ഇതൊക്കെ പുല്ല് തട്ടുന്നതാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. പുല്ല് അങ്ങനത്തുള്ള ഐറ്റംസ് തട്ടുമ്പോഴേ സ്ക്രാച്ച് ആവും. ഈ ഒരു കളറിന്റെ പ്രത്യേകത അത് വേണ്ടതാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പുല്ല് തട്ടുന്നതാണ് കേട്ടോ. ഇത് ഈ ബമ്പറൊക്കെ പുതിയതാണ് കഴിച്ച്. ഇതെല്ലാം മാറി കേട്ടോ. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു ചെക്ക് ചെയ്യാം കേട്ടോ. റിവേഴ്സ് ക്യാമറ എല്ലാം വർക്കിംഗ് ആണോ നോക്കടാ. വണ്ടിയെല്ലാം ചെക്ക് ചെയ്യും. ഏകദേശം നമ്മളിതേ വണ്ടി സർവീസ് കഴിഞ്ഞത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അജയ് ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിലെല്ലാം നമുക്ക് ചെയ്തു തന്നു. ആ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പോൾ ഓക്കെ. ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ അടുത്ത സർവീസ് ടൈമായി. ഇനിയിപ്പോൾ ടൈം ആവുമ്പോൾ പറയാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി പുറത്തിട്ടേക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. കൊച്ചെന്താ പറഞ്ഞേ? ഞാൻ മസാല ദോശ. ഇവിടെ ചട്നിയൊക്കെ കൊണ്ട് വെച്ചിട്ട് ഞാൻ പ്ലെയിൻ ദോശ. മൃദുലതാണ്ട് ഇവിടെ റൈസ് കോംബോ പറഞ്ഞിട്ടുണ്ട്. ചപ്പാത്തി ഊണ കഴിഞ്ഞ് നമ്മൾ ലേറ്റ് ആയി ഗൈസ്. 2 മണിയായി. മൃദുല ഒരു കോംബോ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കത്, കഴിച്ചു നോക്കാം. കുഞ്ഞു ദോശ അല്ലേ? കുഞ്ഞു ദോശ. ആ ചെറിയ ദോശ, വലിയ ദോശ, കുഞ്ഞു ദോശ. അതാ ഓഹോ, മൃദുലയുടെ ഐറ്റം എത്തി കേട്ടോ. തൈര് സാദം. ഒരെണ്ണം ഇവിടെ ബിരിയാണി റൈസ് തീർന്ന കേട്ടോ. അതുകൊണ്ട് 2 ലെമൺ റൈസ്, ചപ്പാത്തി, കറികൾ, കൊണ്ടാട്ടം, എല്ലാ ഐറ്റവും ഉണ്ട്. തൈര് സാദം കണ്ടോ നോക്കട്ടെ. എനിക്ക് എത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. തൈര് സാദം മീൻസ് ലെമൺ റൈസ് കൊള്ളാം. കൊച്ചു നമ്മളെ ഓവർടേക്ക് ചെയ്തോ. ഇപ്പൊ നല്ലൊരു പുതിയൊരു വണ്ടി പോലായി. പോളിഷൊക്കെ ചെയ്തപ്പോ അതുപോലെ അവൻ പറയുന്നത് ഓട്ടിക്കായിരുന്നു. ഓട്ടിച്ചപ്പോഴേ വേറെ ഏതോ കാർ ഓട്ടിക്കുന്ന ഫീലെന്ന്. ശരിയാ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വണ്ടി എടുക്കുന്നില്ലേ. ഇപ്പൊ അത്ര മൂന്നാഴ്ച കൂടുതലായി വണ്ടി എടുക്കും. ഇടിക്കല്ലേ പണിത് കൊണ്ടുവന്ന പുതിയ കാർ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ. സംഭവം കൊച്ചു ഒരു വട്ടം തമിഴ്നാട്ടിൽ പോയപ്പോ കഴിച്ചെന്ന് പെട്ടായിരുന്നു. പക്ഷെ ഐസാപ്പിള് ഭയങ്കര ഗുണമെന്നല്ലേ പറയുന്നത്. ജിപേ ചെയ്തപ്പോഴേ മമ്മൂട്ടി 50 രൂപ ജിപേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദി ഉണ്ടേ. കുഴപ്പമില്ല, കൊള്ളാം. നമ്മളതെ ഓരോ അവിൽ മിൽക്ക് കുടിച്ചോണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ ഷോപ്പിംഗ്. എന്താ വൈകിട്ട് നാളെ മറ്റന്നാളൊക്കെ എന്തുമായിരിക്കില്ലേ? എവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ അവിടെ നമ്മുടെ മലയാളികളുണ്ട്. ഭയങ്കര തിരക്ക് കേട്ടോ. എന്റെ കൂടെ ഒരു കഴിവ് തരുന്നാണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തിരിച്ചു പറയുന്നത് കേട്ടില്ല. എപ്പടിയായോണ്ടോ ഞാൻ ഒന്ന് പറയട്ടെ. പിന്നെ ഞാൻ ഒതുങ്ങിയൊക്കെ നടക്കുക. നീ പറഞ്ഞോ? പക്ഷെ മൃദുലൊന്നും കൊള്ളാല്ലേ? ഒരു പ്രത്യേക ഒരു കൊള്ളാം ഡ്രസ്. പ്രത്യേകതയൊന്നുമില്ല, പണ്ടത്തെ പോലെയൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. കുശുമ്പ് നിനക്ക്. കുശുമ്പ് എനിക്കിതിന് കുശുമ്പ്. നീ താടിയുണ്ടോ? നിനക്ക് താടിയുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് മുടിയുണ്ട്. നിനക്ക് മുടിയുണ്ടോ? മുടിയുണ്ട്. പിന്നെ തലയിരിക്കുന്നത് ഇത്ര നീളത്തുണ്ടാവും. അഡിഡാസിൽ കയറുന്ന അഡിഡാസിൽ എടാ 50% ഓഫ്. ഈ വെച്ചിരിക്കുന്ന ഇത് ഒറിജിനൽ ആണ്. അഡിഡാസിന്റെ ഒറിജിനൽ. അപ്പോൾ നമ്മളിതേ ലുലുവിൻ്റെ സ്റ്റോറിൽ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, ഇലക്ട്രോണിക് സ്റ്റോറിൽ. അപ്പം ഒരു ഐപാഡ് വാങ്ങണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കേട്ടോ. അപ്പം ഞാനൊരു ഐപാഡ് എടുക്കുന്നു. കൊച്ചു സൗണ്ട് ബാർ ഇപ്പോൾ നല്ല ഓഫറൊക്കെ ഉണ്ട് ഗൈസ്. 3-4 ദിവസത്തേക്ക് നല്ല ഓഫറൊക്കെ ഉണ്ട്. ഓൺലൈനിനെക്കാട്ടി താഴെ പ്രൈസിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ഐപാഡ് വാങ്ങിച്ചാലോ. നമ്മൾ എടുക്കാൻ പോകുന്ന പഴയാണ്, 10th ജനറേഷനാണ്. ജസ്റ്റ് നമുക്ക് PUBG കളിക്കാം, അല്ലാതെ വീഡിയോ ഒക്കെ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മോഡൽ. അപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാം. നിനക്ക് എന്തെങ്കിലും വേണോ?
2 എയർബഡ്സ് എടുത്ത് കുത്തിക്കയറ്റിയല്ലോ. കൊച്ചുവിന്റെ സൗണ്ട് ബാർ എത്തി ഗൈസ്. കൊച്ചുവിന്റെ സൗണ്ട് ബാർ പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയല്ലേ. സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാം. അതെ ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ എന്ന് പറയുന്നത് ആരെങ്കിലും ചോദിച്ചോ അതിന്റെ സിംഗിൾ ആണെങ്കിലും ചോദിച്ചാ അങ്ങനൊന്നുമില്ല. ക്യൂ എവിടെ നീ ക്യൂ നമ്മളെ ഐപാഡ് വാങ്ങിച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോട്ടെ പൊട്ടിക്കട്ടെ. കൈയടി ഗൈസ് സാധനമൊക്കെ വാങ്ങിച്ചു സുഹൃത്തുക്കളെ. എന്താ നിന്റെയും ഓ സത്യം പറഞ്ഞ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ വാങ്ങിച്ചു കൂട്ടും. ഓൺലൈനിനെക്കാട്ടിലും വില കുറവാണ് കേസ്, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ഷോപ്പ് ചെയ്ത് രണ്ടിന്റെ കാല് കഴപ്പ് അല്ലെ എനിക്ക്. പക്ഷെ എന്നാലും നടന്നു കഴിച്ച് ഇവിടെ വന്ന് ഒന്ന് തിരക്ക് ക്യൂ നിൽക്കണം. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഇന്ന്. ഒന്നാമത്തെ കാര്യം ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര തിരക്കും കൂടി ആയതുകൊണ്ട് തന്നെ ക്യൂ ഒക്കെ ഇന്ന് ഊപ്പാട് വന്നു. 2 സാധനം വാങ്ങിച്ചാൽ തന്നെ 1 മണിക്കൂർ പോക്കാം. ഈ താഴെ നമ്മളെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം കൂടിയൊക്കെ വാങ്ങാനുണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ അതെ ഫാൻസ് മൃദുലേക്ക് ഫാൻസ് ഒരുപാട് വരും. പുറത്തിറങ്ങാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ ബോഡി ഗാർഡ്സ് ആണ്. അതെ മൃദുലയുടെ ബോഡി ഗാർഡ്സ് ആണ്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ക്രൗഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ ഇത്രയും ക്രൗഡ് കണ്ടില്ലേ അല്ലെ പാതിയും ലുലുമാള് മൊത്തം മുറിവിന്റെ പുറകെയാണ്. അതെ അതെ ശരിക്കും ഞാനും കൊച്ചു അപ്പുറം നിന്നാണ് കൊണ്ടുവന്നത്. ഇന്ന് ഒന്നാമത് ഒരു സെലിബ്രിറ്റി ലുക്കും ഭയങ്കര ലുക്കും കൂടെ. പിന്നെ പറയണോ നോക്ക് ഇത്രയും പേരിൽ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നില്ലേ. 2 എല്ലാരും ലുക്കല്ലേ. ഈ തൊപ്പിയൊന്നും ഇട്ട് നോക്കി നീ മാരക ലുക്കായിരിക്കും. ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം, അതുകൊണ്ട് വെച്ചിട്ട് വീട്ടിൽ പോകും. പിന്നെ എനിക്ക് എൻ്റെ ഐപാഡിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇപ്പൊ ചെറിയ ഇങ്ങനത്തെ ഷോ ആദ്യം അല്ല ഇനി എന്റെ ഐപാഡില് നിന്റെ തന്നെ ഐപാഡ് അതല്ല നമ്മുടെ അല്ല സ്പീക്കറിന്റെ ഷോ ഒന്നും ഇല്ലല്ലേ. സ്പീക്കർ ഞാൻ സ്പീക്കർ ഷോ അത് വീട്ടിൽ ചെന്നിട്ട് നീ ഇടുക്കി ഇടുവല്ലേ നീ പാട്ട് മൃദുലേക്ക്. ബില്ലടിക്കുള്ള ക്യൂ ഉണ്ടാ. ക്യൂവിൽ നിന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താറായി സുഹൃത്തുക്കളെ. ഈ അടുത്ത സമയത്തൊന്നും ഗൈസ് ഇതൊന്നും ക്യൂ നിന്നിട്ടില്ല കേട്ടോ. അല്ലേ ഊപ്പാട് വന്നുണ്ട്. കൊച്ചു ഇവിടുന്ന് വെള്ളം ബില്ലടിച്ച പോലും ഇല്ല, തീരാറായി. അതിനൊക്കെ തന്നെ നമ്മള് തിന്ന് തീർത്ത് ഗൈസ്. താണ്ട ഇതൊക്കെ ഇതൊക്കെ ഫുള്ളുണ്ടായിരുന്നു കണ്ട. ഇത്രയേ ഉള്ളൂ ഇപ്പൊ തിന്ന് തീർത്ത്. മൃദുല നിന്ന് കാലിന്റെ അടപ്പളവി. അയ്യോ എന്തോ താഴെ വീണില്ലേ ഗൈസ്. അപ്പൊ നമ്മളെ സാധനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരുത്തൻ വണ്ടി ഇട്ട് കളിക്കുന്നു. പോവാ വാ ഗൈസ്. നമ്മളെ വണ്ടി 5ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോവാം. എനിക്ക് മറ്റേ ഇതിന് മാക്കിന് പൗച്ചും തംകാർഡ് ഇതുകൊണ്ട് ഒട്ടിക്കണം. സ്ക്രീൻ കാർഡും കൂടി ഒട്ടിക്കണം. ഫോണിന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. പൊട്ടിപ്പോയി ഗൈസ്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മുറ്റത്തേക്ക് അച്ഛൻ്റെ കാറെടുത്ത് സ്ഥലം മാറ്റിയിടുകയാണ് പഴയ സ്ഥാനത്തേക്ക്. അപ്പൂപ്പനെ ഇറക്കും കേട്ടോ. അപ്പൂപ്പനെ യെസ്. കേറി വരൂ. ആരതി ഉരിയാണോ? ഓ പൂച്ച ഇടച്ചത് നോക്കൂ. എങ്ങനെയുണ്ട്? കൊച്ചൊരു ബമ്പ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ എന്നെക്കാട്ടി വമ്പ സാധനം മേടിച്ച് ഇവനെ. അത് പിന്നെ പറയാം. ഗിത്താർ മേടിച്ചാ ഗിത്താർ ഇംബെക്സിന്റെ ഗിത്താർ. ഇത് മറ്റേത് സൗണ്ട് ബാർ. പ്രവീൺ എന്തോ കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ടല്ലോ. നീ വെച്ചിരിക്കുന്നു. അത് അച്ഛനൊരു ഹെഡ്സെറ്റ് മേടിച്ച് സോണിയുടെ താങ്കു ആപ്പിൾ ഐപാഡ് മേടിച്ച ആപ്പിളിന്റെ. ആപ്പിള് മനസ്സിലായി. ഐപാഡ് നമ്മളെ ഫോണിന്റെ വലുത്.
എഡിറ്റിങ്, ഗെയിം കളിക്കാം, ഗെയിം കളിക്കുക, എല്ലാ പരിപാടിയും പറ്റിയ സാധനം. അത്യാവശ്യം കൊണ്ടുപോകണം. കൊച്ചി ടി വി വെച്ചാ, കൊച്ചി ടി വി. വെയിറ്റ് ഇല്ലടാ, ഇല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ്, അത് സ്ലിം. 14 അത്ര പോലും വെയിറ്റ് ഇല്ല കേട്ടാ. ഓരോ പ്രാവശ്യം ലുല്ലു പോയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ചെലവാ. അപ്പൊ കൊച്ചു അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇത് ഇംബെക്സിന്റെ കണ്ടിട്ട് നിങ്ങൾ പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കില്ല. പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. അതെ അതെ, നിങ്ങൾ കണ്ടു കാണല്ലോ. പ്രൊമോഷൻ ഒന്നും തരാറില്ല. അതെ, ഇത് നമ്മള് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ്. ക്യൂ നിന്ന് ബില്ലടിച്ച് വാങ്ങിച്ചിട്ട് ഇത് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ കൊള്ളത്തിലെന്ന് തന്നെ പറയും. ഇവിടെ കൊറേ സാധനങ്ങൾ ഇരിക്കുന്നോണ്ട് ഇതിന്റെ സൗണ്ട് അറിയാൻ വയ്യായിരുന്നു. സത്യം. എനിക്ക് ഇവിടെ വരുമ്പോ അറിയാം ഇതിന്റെ ആ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് വാങ്ങിച്ചാലും പാട്ടൊക്കെ ഒരുപാട് ഇനിയിപ്പം ശബ്ദത്തിലൊക്കെ ഇടാൻ പറ്റത്തില്ലല്ലോ, ഇടിയൊക്കെ. കുഞ്ഞുങ്ങളൊക്കെ ആയ പിന്നെ ഉറങ്ങി കിടക്കുന്ന കൊച്ചിനെ. എടാ അപ്പൊ നീയും സൗണ്ടൊക്കെ കുറയ്ക്കണം കേട്ടാ. കൊച്ചപ്പുറത്ത് ഉറങ്ങുവാണെങ്കിൽ ഇല്ലമ്മ പാട്ടൊക്കെ മുഴക്കിടാൻ പറ്റുമോ? അപ്പം ഉറക്കി കിടത്ത് കൊച്ചിവിടെ ഇല്ലും മീനാറ്റി, ഇല്ലും മീനാറ്റി. അപ്പം സൗണ്ടൊക്കെ ഇട്ട് കേട്ട് സുഹൃത്തുക്കളെ കിടിലം സാധനം. ഇതിനുള്ളതുണ്ട്, കൊള്ളാം. അതെ, ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഡ്രില്ല് ചെയ്താലേ പറ്റത്തുള്ളൂ ഗൈസ്. ഈ 2 സ്ഥലത്ത് ഡ്രില്ല് ചെയ്താലേ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ കേട്ടോ. വണ്ടിയും കിട്ടി ഗൈസ്, ഹാപ്പി ആയി. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മളെ ഹാപ്പി ആയിട്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.